കാത്തിരിക്കുന്നത് അച്ഛനെ തന്നെയാണോ അതോ അച്ഛൻ കൊണ്ടുവരുന്ന ഷവർമ്മയോ? അച്ഛനെയും കാണണം, അച്ഛൻ കൊണ്ടുവരുന്ന ഷവർമ്മ കഴിക്കേ വേണം. അയ്യോ വിശന്നിട്ട് വയ്യ. വല്ല കാര്യമുണ്ടോ ഇങ്ങനെ വിശന്നിരിക്കാൻ? മര്യാദക്ക് കപ്പ പുഴുങ്ങിയത് തിന്നിട്ടിരിക്കെ. അച്ഛൻ വരുമ്പോ പിന്നെ ഷവർമ്മ രാത്രി തിന്നാലോ. മണി 7 കഴിഞ്ഞല്ലോ, എന്താ അമ്മ അച്ഛൻ വരാത്തെ? എത്ര നേരമായി കാത്തിരിക്കുന്നു? ഹോ, ആദ്യം അച്ഛനെ ഒന്ന് കണ്ടാ മതി. അച്ഛനെ കണ്ട് വിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് വേണമെങ്കിൽ അച്ഛൻ കൊണ്ടുവരുന്ന ഷവർമ്മ തിന്നേക്കാം. പാവല്ലേ, മേടിച്ചോണ്ട് വന്നല്ലേ. അതല്ല വേ, ഷവർമ്മയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ സമയം 7 മണി കഴിഞ്ഞല്ലോ, അച്ഛൻ വരേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ? അതാ മക്കളെ ഞാനും നോക്കുന്നേ. ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. ചിലപ്പോഴേ വണ്ടി ഓടിക്കായിരിക്കും, അതായിരിക്കും. എന്തായാലും കുറച്ചു നേരം കൂടി നോക്കാം. ഗീതേ, ആരോ വിളിച്ചല്ലോ. ആരാ അത്? ഇതാരൊക്കെയാ? ശോഭേച്ചിയോ? ചേട്ടനും ഉണ്ടല്ലോ. എന്ത് പറ്റി ചേച്ചി? ഗീതേ, അത് ഗീത ഒന്ന് വേഗം റെഡിയാവ്, നമുക്കൊരു സ്ഥലം വരെ പോകണം. വേറൊന്നുമല്ല, വേഗം റെഡിയാവ്. കുട്ടികൾ എന്തായാലും ശോഭ നോക്കട്ടെ. ഗീത ഒന്ന് വാ. വേഗം റെഡിയാവാനോ? എവിടേക്ക് പോകാനാ? എന്തൊക്കെയാ പറയുന്നേ? അതുപോലെ മാധവൻ ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഗീതേ, നീ പറയുന്നത് കേക്ക്. നീ വേഗം റെഡിയാവ്. നമ്മൾ മാധവന്റെ അടുത്തേക്കാ പോകുന്നത്. നീ വിഷമിക്കാൻ പറയുന്നതല്ല. മാധവനെ ചെറിയൊരു ആക്സിഡന്റ് മാത്രം. ഇപ്പൊ ഹോസ്പിറ്റലിലാ. അയ്യോ, ആക്സിഡന്റോ? എന്ത് പറ്റി ചേച്ചി? എന്തൊക്കെയാ പറയുന്നേ? അയ്യോ അയ്യോ ആന്റി, എന്താ പറ്റിയ? ഞങ്ങളുടെ അച്ഛൻ എന്താ പറ്റിയേ? അയ്യോ ഗീത, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രമൊന്നുമില്ല. ചെറിയൊരു ആക്സിഡന്റ്. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഗീതനെ അങ്ങോട്ട് നിർത്താൻ വേണ്ടി കൊണ്ടുപോകാൻ വിളിച്ചതാ. കുട്ടികളെ ഈ രാത്രി ഇനി കൊണ്ടുപോകണ്ട. അതുകൊണ്ടാണ് ഞാൻ ശോഭയുടെ അടുത്ത് നിർത്താൻ പറഞ്ഞത്. വേഗം റെഡിയായി വാ. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? ആക്സിഡന്റ്, ഒരു കുഴപ്പമില്ലാതെ ഇവിടുന്ന് ജോലിക്ക് പോയ ആള് ഇപ്പൊ ആക്സിഡന്റായി ആശുപത്രിയിൽ. എന്ത് പറ്റിയെന്നാവോ? എന്റെ ദൈവമേ. അമ്മ കാര്യമില്ലേ അമ്മേ? ഞങ്ങൾക്ക് കാണണം അച്ഛൻ എന്ത് പറ്റിയമ്മേ? ഞങ്ങൾ വരുന്നുണ്ട് അമ്മേനെ കൂടി. ഞങ്ങൾ ശോഭാന്റിയുടെ അടുത്ത് ആക്കിയിട്ട് പോകല്ലേ അമ്മേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ കാണണം. അച്ഛൻ എന്ത് പറ്റിപ്പോയി? അയ്യോ മക്കളെ, നിങ്ങളിങ്ങനെ കരഞ്ഞു വിഷമിക്കാൻ വേണ്ടി ഒന്നുമില്ല. ചെറിയൊരു ആക്സിഡന്റ് അല്ലേ, ഹോസ്പിറ്റലിൽ ഒരു കൂട്ട് വേണം. അതിനാ ഗീതനെ വിളിക്കുന്നേ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നിങ്ങൾ കരയാണ്ടിരി. ഗീത കരയില്ലേ, കുട്ടികളെ കൂടി വിഷമിപ്പിക്കാതെ. കാര്യല്ലേ മക്കളെ, അമ്മ എന്തായാലും പോയിട്ട് വരാം. നിങ്ങൾ ശോഭാന്റിനെ കൂടി നിൽക്കുക. ഇവര് പറയുന്നത് കേട്ടില്ലേ? അച്ഛന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അമ്മ പോയിട്ട് വരാം. അമ്മ പോയിട്ട് അച്ഛനെ കൊണ്ട് നിങ്ങളെ ഫോൺ വിളിപ്പിക്കാം. അതുവരെ രണ്ടുപേരും കരയാതെ ശോഭാന്റിനെ കൂടി നിൽക്കണം. നമുക്കിപ്പോൾ തന്നെ പോകാം. ഇനി ഒട്ടും വൈകണ്ട. എനിക്ക് റെഡിയാകാനൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോയാൽ മതി. വാ, എനിക്ക് മാധവ് ചേട്ടൻ ഇപ്പൊ തന്നെ കാണണം. ആന്റിനോട് ആരാ പറഞ്ഞ? എന്താ ആന്റി ഞങ്ങളുടെ അച്ഛന് പറ്റിയേ? പറ ആന്റി. മക്കൾ വിഷമിക്കാതിരി. അമ്മ പോയിട്ട് വരട്ടെ. രാവിലെ ആകുമ്പോൾ ആന്റി നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാം. കേട്ടല്ലോ? മക്കൾ ഇവിടെ സമാധാനമായിട്ട് ഇരിക്കട്ടോ. സിസ്റ്ററെ, മാധവൻ എങ്ങനെയുണ്ട്? ഇത് മാധവന്റെ ഭാര്യയാണ്. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. വിവരങ്ങളെല്ലാം ഡോക്ടർ പറയും. സിസ്റ്റർ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? ചേട്ടൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാകോ? ഇല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പറഞ്ഞേനെ. കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. എന്തായാലും ഡോക്ടർ വരട്ടെ, നമുക്ക് ചോദിക്കാം. മോളെ. അമ്മേ 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 അച്ഛനോ? നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? നീ ഇങ്ങനെ സങ്കടപ്പെടാതെ മോളെ. ഞങ്ങളോട് കുട്ടികൾ വിളിച്ച് പറഞ്ഞതാ ശോഭയുടെ വീട്ടിലാണ് അവരെന്നും ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഓടി വന്നതാ. നീ ഇങ്ങനെ കരയല്ലേ? ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഡോക്ടർ അകത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുവാന്നാ പറഞ്ഞത്. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. ഡോക്ടർ, ഞങ്ങളുടെ കുഞ്ഞിന് എങ്ങനെയുണ്ട് ഡോക്ടർ? മാധവൻ ഇപ്പം എങ്ങനെയുണ്ട്? തക്ക സമയത്താണ് മാധവൻ ഇവിടെ കൊണ്ടുവന്നത്. അത് നന്നായി. കാര്യമായ കുഴപ്പങ്ങളൊന്നും തന്നെയില്ല. മാധവൻ ഇപ്പോൾ ബോധം വീണിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു കുഴപ്പമുണ്ട് താനും. എന്ത് പറ്റി ഡോക്ടർ? എന്താണ് കുഴപ്പം? കാലിൽ നല്ലൊരു ചതവ് കിട്ടിയിട്ടുണ്ട്. അത് മാറാനായിട്ട് കുറച്ച് സമയമെടുക്കും. അത് മാറുന്നത് വരെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതത്ര പ്രശ്നമുള്ളതല്ല. തുടർച്ചയായ ഫിസിയോതെറാപ്പിയിലൂടെ മാത്രമേ അത് പൂർണ്ണമായി മാറുകയുള്ളൂ. ചിലപ്പോൾ അത് 2-3 മാസം എടുത്തേക്കാം. ചിലപ്പോൾ 6 മാസം വരെ ആകാം. അത് കഴിഞ്ഞേ പൂർണ്ണമായും ആരോഗ്യത്തോടെ നടക്കാനായിട്ട് കഴിയുള്ളൂ. അതിനെന്താ ഡോക്ടർ ഞങ്ങൾ ചെയ്യേണ്ടത്? മരുന്നുണ്ടോ ഡോക്ടറെ അതിന്? നിങ്ങളത് നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഫിസിയോതെറാപ്പിയും അനുബന്ധ ചികിത്സകളൊക്കെ ഉണ്ട്. ഇവിടെ ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. അല്ല, ഇതിനു വേണ്ടി മാത്രമുള്ള സെൻറ്ററിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും ആകാം. ഒരു കാരണവശാലും വീട്ടിൽ ഇത് വെച്ച് ചികിത്സിക്കരുത്. വീട്ടിൽ ആളെ വെച്ച് ചികിത്സിക്കരുത്. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കൃത്യമായി ഇതേപോലുള്ള സെൻറ്ററിൽ പോയിട്ട് നല്ലൊരു ചികിത്സ തന്നെ മാധവന് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ അത് നല്ല പ്രശ്നമാകും. താങ്ക് യു ഡോക്ടർ. ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് ചികിത്സ ഇവിടെ വേണോ അതോ വേറെ എന്തെങ്കിലും സെൻറ്ററിൽ വേണോ എന്ന് ആലോചിച്ചിട്ട് വേഗം പറയാം ഡോക്ടർ. ഡോക്ടർ, എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാം. പക്ഷേ മാധവൻ ഇപ്പം നല്ല ഉറക്കത്തിലാണ്. സെഡേഷനാണ്. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് എണീക്കൂ. അപ്പോൾ കാണാം. പിന്നെ ഇടയ്ക്കൊന്ന് ബോധം വന്നപ്പോൾ മക്കളെയും ഭാര്യയൊക്കെ അന്വേഷിച്ചിരുന്നു. കുട്ടികളെയും വേണേൽ കൊണ്ടുവന്നോളൂ. ഇപ്പോൾ വേണ്ട, ഒരു 4-5 മണിക്കൂർ കഴിയട്ടെ. ഓ എൻ്റെ ദൈവമേ, ഇപ്പം ആശ്വാസമായി. കണ്ടില്ലേ, വിഷമിക്കണ്ട. ഒരു ചതവ് എന്തോ ഉള്ളൂ. അതൊക്കെ നമുക്ക് മാറ്റാം. വേറൊന്നും പറ്റിയില്ലല്ലോ. അതേ മോനെ, ദൈവത്തിനോട് നന്ദി പറയാ. ചതവൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് നല്ലപോലെ ചികിത്സിച്ച് മാറ്റാം. പേടിക്കാനായിട്ടൊന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്നാലും അമ്മേ, നല്ലതുപോലെ ചികിത്സിച്ചില്ലെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടെന്നല്ലേ പറഞ്ഞത്? അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു.
മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചതവിനെ പറ്റിയൊരു വൈദ്യൻ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അവിടെ പോയി നമുക്ക് ചെയ്യാം. മോള് പേടിക്കണ്ട. ചതവിനും ഒടിവിനൊക്കെ ഈ ഇംഗ്ലീഷ് മരുന്നിനേക്കാൾ നല്ലത് ആയുർവേദ. എല്ലാം അച്ഛൻ ശരിയാക്കി തരാം. മോള് സങ്കടപ്പെടാതിരിക്കെ. എന്തായാലും കുട്ടികളെയും ഭാര്യയൊക്കെ കാണണമെന്ന് അവൻ പറഞ്ഞല്ലോ. 4-5 മണിക്കൂർ കഴിഞ്ഞെന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഇനി രാവിലെ ആകും. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കാം. ഏട്ടത്തി, എന്താ ഏട്ടന് പറ്റിയത്? ഞാൻ ഇപ്പോഴാണ് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഓടി വരുമായിരുന്നു. എന്ത് പറ്റി? ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാ ഹരി. ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് ഓടി വന്നു. ഇപ്പൊ ഡോക്ടറെ കണ്ടു, കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. കാലിന് നല്ല ചതവുണ്ട്, 1 മാസത്തെ ചികിത്സ വേണമെന്നാ പറഞ്ഞത്. അയ്യോ, ചതവോ? എന്നിട്ട് അതിന് വല്ല മരുന്നൊക്കെ പറഞ്ഞോ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ വേണമെങ്കിൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്തായാലും 1-2 മാസം നല്ലപോലെ ഉഴിയൊക്കെ വേണമെന്നാ പറഞ്ഞത്. ഞാൻ എന്തായാലും ഡോക്ടറെ കണ്ട് സംസാരിച്ചിട്ട് വരാം ഏട്ടത്തി. നിങ്ങൾ വിഷമിക്കാതിരിക്കേ. അച്ഛാ, അച്ഛാ എണീക്കച്ചാ. അച്ഛാ എണീറ്റ് ഞങ്ങളെ നോക്കച്ചാ. എന്താ മക്കളെ ഇത്? അച്ഛൻ നല്ല സെഡേഷനിലാണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? നിങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചത് കൊണ്ട് കയറ്റിയതല്ലേ. അച്ഛൻ എണീക്കുമ്പോൾ വിളി കേട്ടോളും. അച്ഛൻ ഇപ്പോൾ ഉറങ്ങട്ടെ. എന്താ അമ്മ ഇത്ര നേരം അച്ഛൻ ഉറങ്ങുന്നു? എനിക്ക് അച്ഛനോട് വർത്താനം പറയണം, എന്നാലും എനിക്ക് സമാധാനമാകൂ. മരുന്നിന്റെ സെഡേഷനൊക്കെ മാറട്ടെ, അപ്പൊ അച്ഛൻ നിങ്ങളോട് 2 പേരോടും വർത്താനം പറയും. അതുമല്ല, അച്ഛൻ ഇപ്പോൾ ഒന്നും അറിയുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിച്ച അച്ഛൻ്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടല്ലേ. വാ, നമുക്ക് പുറത്തേക്ക് പോകാം. എന്നിട്ട് അച്ഛൻ്റെ സെഡേഷൻ മാറുമ്പോൾ വീണ്ടും കാണാൻ വരാം. ഇനി ഞങ്ങൾ കാണാൻ കയറുമ്പോൾ അച്ഛൻ സംസാരിക്കണേ അച്ഛാ. എന്തായി മോനെ, ഡോക്ടറിനോട് സംസാരിച്ചോ? ആ ആയുർവേദ ആശുപത്രിയിലോട്ട് മാധവനെ മാറ്റുന്ന കാര്യം പറഞ്ഞോ? ഞാൻ സംസാരിച്ചു വച്ചാ. അപ്പോൾ പറഞ്ഞത് നമുക്കത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്തോളാനാണ്. അല്ല, ഇവിടെ ചികിത്സിക്കണമെങ്കിൽ ഇവിടെയും ചികിത്സിക്കും. അച്ഛൻ പറഞ്ഞ പോലെ ഒടിവിനും ചതവിനൊക്കെ ആയുർവേദം തന്നെയാണ് നല്ലത്. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. ഏട്ടത്തിക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ചെയ്യാം. എത്രയും വേഗം മാധവൻ ചേട്ടൻ്റെ കാല് ശരിയാവണം, അത്ര മാത്രമേ എനിക്കുള്ളൂ. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ആയുർവേദ ആശുപത്രിയിൽ അന്വേഷിച്ചപ്പോഴേ ആദ്യം മാധവൻ ചേട്ടനെ അവിടെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. പിന്നെ ഡോക്ടർ പറഞ്ഞ വിവരങ്ങളൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 1 മാസമെങ്കിലും കിടത്തി ചികിത്സ വേണമെന്നാ. ചതവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ് എത്ര നാൾ എടുക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. പിന്നെ ഏട്ടത്തിയമ്മയും ചേട്ടനും അവിടെ താമസിക്കേണ്ടി വരും. അത് സാരമില്ല, ഇവരവിടെ താമസിച്ചോട്ടെ. കുട്ടികളെ ഞങ്ങൾ നോക്കിക്കോളാം. അയ്യോ, ഞങ്ങളെ കൊണ്ടുപോകൂലേ? ഞങ്ങൾക്ക് അച്ഛനെ അമ്മേനെയും കാണണ്ടേ? ഞങ്ങൾക്ക് അച്ഛനെ കാണണം. ഞങ്ങളെയും കൊണ്ടുപോകുമേ. ഞങ്ങളെയും കൊണ്ടുപോകുന്ന പറയും മുത്തശ്ശി. വാശി പിടിക്കല്ലേ മക്കളെ. അച്ഛന് വയ്യാനിട്ടല്ലേ. അങ്ങനെ കുട്ടികളെയൊന്നും അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. രോഗിയുടെ ഒപ്പം ഒരാൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ. നിങ്ങളെ മുത്തശ്ശിനും കൊണ്ടുപോകാം. 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അയ്യോ അച്ഛാ, സ്കൂൾ തുറന്നതല്ലേ ഉള്ളൂ. 1 മാസത്തെ ക്ലാസ്സൊക്കെ പോയാൽ കുട്ടികൾക്കത് ബുദ്ധിമുട്ടാവില്ലേ? സ്കൂളിലൊന്നും സമ്മതിക്കില്ല. 1 മാസം പോകാതിരുന്ന് അവർ ടീച്ചർ തന്നെ പറഞ്ഞു വിട്ടാലോ? അത് നേരാണല്ലോ. കുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഒരുപാട് ദൂരെ ഇല്ലേ. കുട്ടികളുടെ കാര്യോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അവരെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ഞാനവരുടെ കൊച്ചച്ഛനല്ലേ. പിന്നെ അവിടെ അല്ലും ചക്കയും പിപ്പിയൊക്കെ ഉണ്ടല്ലോ. ഇവരവിടെ നിന്നോട്ടെ. സ്കൂളിലും കറക്റ്റായിട്ട് പോകാം. ആദ്യം ചേട്ടൻ്റെ കാല് പോയി ശരിയാക്കാൻ നോക്ക്. അതല്ലേ പ്രാധാന്യം. അമ്മേ, സ്കൂളിൽ പറയമേ 1 മാസം ഞങ്ങൾക്ക് ലീവ് തരാൻ. ഞങ്ങൾ വരാമേ. മക്കളെ, നിങ്ങളുടെ അച്ഛൻ്റെ കാല് സുഖമാകാൻ വേണ്ടിയിട്ടല്ലേ അമ്മ പോകാൻ നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ സങ്കടത്തോടെ ആകും പോകുന്നത്. അതെങ്ങനെ ശരിയാകും? നിങ്ങളുടെ അച്ഛൻ്റെ കാല് റെഡിയാവണ്ടേ? നിങ്ങളും കൂടി സഹകരിച്ചാലേ എല്ലാം നടക്കൂ. അതേ മക്കളെ, നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് കൊച്ചച്ഛനെ കൂടി പോകില്ല എന്ന് പറഞ്ഞാലേ പിന്നെ ചികിത്സ മുടങ്ങും. അച്ഛനും അമ്മയും പോകില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് സങ്കടമാണെന്ന് അറിഞ്ഞാൽ മാധവൻ ഒരിക്കലും ഇവിടെ നിന്ന് മാറി നിൽക്കില്ല. അപ്പോൾ അച്ഛൻ്റെ കാല് റെഡിയാവണ്ടേ? അതുകൊണ്ട് അച്ഛന് വേണ്ടി നിങ്ങൾ മാറി നിൽക്കാൻ തയ്യാറായേ പറ്റൂ. അയ്യോ, ഞങ്ങൾക്ക് സങ്കടമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ പോകില്ലെങ്കിൽ അങ്ങനെ പറയണ്ട. അച്ഛനോട് പോയിക്കോളാൻ പറ. അച്ഛൻ്റെ കാല് റെഡിയായാൽ മതി. ഞങ്ങൾ നിന്നോളാം. ഞങ്ങൾ കൊച്ചച്ഛൻ്റെ വീട്ടിൽ പൊക്കോളാം. നിങ്ങൾ എല്ലാ ശനി ഞായറും കൊച്ചച്ഛൻ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ സങ്കടപ്പെടേണ്ട. നിങ്ങൾക്ക് സ്കൂളിലും പോകാം. അല്ലൂനെയും പിപ്പിനെയും കൂടിയൊക്കെ കളിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ. അത് തന്നെ മക്കളെ, നിങ്ങൾ തൽക്കാലം കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോ. ശനി ഞായറും ഞങ്ങളും വരാം നിങ്ങളുടെ അടുത്തേക്ക്. എന്നാൽ മാധവനെ എത്രയും വേഗം ആയുർവേദ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നോക്ക്. ഇനിയും വൈകിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ല. അതുകൊണ്ടാ. അയ്യോ, ആ 2 നാശങ്ങളെയും കൊണ്ട് ഇങ്ങോട്ടാണല്ലോ വരുന്നേ. അത് 1 മാസം. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? എന്താമ്മേ രാവിലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നേ? എന്റെ കല്ലുമോളെ, വെല്ലേച്ചൻ ആക്സിഡന്റ് ആയ കാര്യം പറഞ്ഞിരുന്നില്ലേ? വെല്ലേച്ചനെ 1 മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടി ദൂരെ എങ്ങോ കൊണ്ടുപോകാൻ പോവാണെന്ന്. അതിനമ്മക്ക് എന്താ, ദൂരെ എങ്ങോട്ടല്ലേ കൊണ്ടുപോകുന്നേ? അമ്മയുടെ ദേഷ്യം കണ്ട് ഇങ്ങോട്ടാണെന്ന് തോന്നുമല്ലോ. ആക്സിഡന്റ് ആയെന്നറിഞ്ഞ് വിവരാന്വേഷിക്കാൻ പോയ നിന്റെ അച്ഛന് വല്ല കാര്യമുണ്ടോ? ആ നീതു നിത്യനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുക. 1 മാസം അവർ ഇവിടെ നിന്നാ പഠിക്കാൻ പോകുന്നേ. അയ്യോ, ഇങ്ങോട്ടോ? അച്ഛന് വേറെ പണിയൊന്നും ഇല്ലേ? എനിക്കാണെങ്കിൽ ആ 2 എണ്ണത്തിന് കണ്ണിന് കണ്ടുകൂടാ. ഓ, എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ചെറുതിലെ ആ തറവാട്ടിൽ താമസിക്കുമ്പോൾ ആ പിപ്പിക്കുട്ടീനെയും ടുട്ടുമോനെ എപ്പോഴും ഇവളുമാർ ഉപദ്രവിക്കുമായിരുന്നു. അന്ന് മുതലേ എനിക്ക് കലിയാണ്. ഈ വീടൊന്ന് മാറി താമസിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പം അതേ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ എന്താ അമ്മ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കാര്യം അവരുടെ അച്ഛൻ ആശുപത്രിയിലായതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നേ. അതുകൊണ്ട് ദേഷ്യമൊക്കെ മക്കൾ മറക്കണം. എങ്ങനെയെങ്കിലും 1 മാസം കഴിച്ചു കൂട്ടണം. അവർ തമ്മിൽ തല്ലുപിടിക്കാതെ നോക്കേണ്ടത് നീയാണ്. നീയല്ലേ മൂത്ത മോള്. അവളുമാരെ മേയ്ക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ പിപ്പിക്കുട്ടിയും ടുട്ടുമോനും ആണെങ്കിൽ അവരെ കണ്ട് അപ്പം തന്നെ തല്ലു പിടിക്കും. ഓ, ഇതിൻ്റെ ഇടയിൽ കിടക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ പറഞ്ഞേക്കാം. നിന്റെ അച്ഛനിങ്ങനെ ഓരോന്ന് ഒപ്പിച്ച് വെച്ചോളും. എന്നിട്ട് അങ്ങേർക്ക് രാവിലെ ജോലിക്ക് പോയാൽ മതി. ഈ കുട്ടികളെല്ലാം നോക്കേണ്ടത് ഞാനാണല്ലോ. ആ
ആര് വരുന്ന കാര്യം അമ്മേ പറഞ്ഞേ? ആരാ ഇങ്ങോട്ട് വരുന്നേ? അത് മക്കളെ നീതു ചേച്ചി നിത്യ ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന കാര്യം അമ്മ പറഞ്ഞേ. അവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞ ഓണത്തിന് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കളിക്കാനുള്ള ഒരു സാധനം എനിക്ക് തന്നില്ല. നീതു ചേച്ചി നിത്യ ചേച്ചിയും കുശുംബിയാ, എനിക്ക് അവരെ ഇഷ്ടമല്ല. അത് മക്കളെ അവരുടെ അച്ഛന് പാടില്ലാത്തോണ്ടാ ഇങ്ങോട്ട് വരുന്നേ. വഴക്കൊന്നും കാണിക്കണ്ട കേട്ടോ. അമ്മ പോയി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കട്ടെ, അവരിപ്പോ ഇങ്ങോട്ട് വരും. ദേ ചേച്ചി, ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടല്ലോ. അവരിങ്ങോട്ട് വരണ്ട. ആ നീതു ഇങ്ങോട്ട് വരട്ടെ, അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട്. മക്കളെ